ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാരന്റിംഗ് എന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം, വർത്തമാനകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ന്യൂജൻ കുട്ടികളെയും വിഷയം എന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പാരന്റിംഗ് ലഭിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ അവർക്ക് ലഭിക്കേണ്ട പാരന്റിംഗ് വേണ്ട വിധം ലഭിക്കാത്തതിന്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാരന്റിംഗ് എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് പലരും അറിയില്ല. ആയതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ശ്രവിക്കണമെന്ന് ആമുഖമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിലെ ഒന്നാമത്തത്, നമ്മള് പാരന്റ്സ് കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണം. അവരുമായിട്ട് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറുന്ന ആൾ എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സ് ആയ നമ്മളായിരിക്കണം. അത് അവരുടെ എല്ലാ വളർച്ചയുടെ ഘട്ടത്തിലും പാലിക്കാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ കാര്യമായിട്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾക്ക് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അവിടെ കയറരുത്, ഇവിടെ കയറരുത് എന്ന് പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കാൻ പാടില്ല. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പാടില്ല. അവരെ ഫ്രീ ആയിട്ട് വിടുക. നമ്മളങ്ങനെ എല്ലാ കാര്യത്തിനും അവർക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തത് അവരുടെ മാനസികമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ കുട്ടികളെ മുന്നിൽ വെച്ച് നമ്മൾ ഒരു തർക്കവും കാണിക്കാൻ പാടില്ല. നമ്മള് പാരന്റ്സിന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുട്ടികളെ മുന്നിൽ നിന്ന് അത് കാണിക്കാൻ പാടില്ല. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുകവലിക്കുക, അതുപോലെ മദ്യപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതുപോലെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുക, മൃഗങ്ങളെ ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ കുട്ടികളോട് നമ്മൾ പറയുന്ന വാക്കുകൾ പാലിക്കണം. നമ്മൾ എന്താണ് കുട്ടികളോട് വാക്ക് പറയുന്നത് അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോ കടയിൽ പോകുമ്പോൾ ഞാനൊരു മിഠായി കൊണ്ടുതരാന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിന് കാത്തിക്കും. അങ്ങാടി പോകുമ്പോൾ നമ്മളെ മൂട് മാറും, നമ്മളോട് ആ കാര്യം മറന്നുപോകും. അങ്ങനെ വരാൻ പാടില്ല. കുട്ടി ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടിയോട് പറഞ്ഞ കാര്യം അപ്പടി പാലിക്കാൻ നമ്മൾ പാരന്റ്സ് ബാധ്യസ്ഥരാണ്. അതുപോലെ കുട്ടികൾ ചെറിയ പ്രായത്തിലൊക്കെ കരയും. കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ കരയുന്നത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് 1.5 വയസ്സ് വരെ കുട്ടി കരയുമ്പോ എന്താ കുട്ടീന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുക. പക്ഷെ 1.5 വയസ്സ് കഴിഞ്ഞാൽ ആ ശീലം നമ്മൾ നിർത്തേണ്ടതാണ്. എന്തിനും കരഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ബോധം കുട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആവുമ്പോ 1.5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ചിലപ്പോൾ വീണ്ടും കരയും. കരഞ്ഞ് അവസാനിപ്പിച്ച് കുട്ടി സ്വതസിദ്ധമായിട്ട് വന്നിട്ട് നമ്മളോട് കാര്യം പറയും. അതുപോലെ കുട്ടികളെ നമ്മൾ മോശമായ പേരുകളൊന്നും വിളിക്കാൻ പാടില്ല. പൊട്ടന്, മണ്ടന്, അങ്ങനെ ഒക്കെ വിളിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് അവരുടെ മാനസികമായ വളർച്ചയെ ഏറെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ നമുക്ക് കുട്ടികളോട് ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം, പ്രകടിപ്പിക്കണം. മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെ നമ്മൾ എപ്പോഴും കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, ചേർത്ത് നിൽക്കുക. അവരെപ്പോഴും നമ്മളെ ശരീരത്തോട് ചേർന്നാ നിൽക്കേണ്ടത്. എപ്പോഴും അവര് നമ്മളെ കൂടെ വേണം. കുട്ടിയെ കെട്ടിപ്പിടിക്കണം, കുട്ടിക്ക് ഉമ്മ കൊടുക്കണം, കുട്ടിയെ ചേർത്ത് പിടിക്കണം. അത് അവരുടെ മനസ്സിൽ ഒരുപാട് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഇന്നേ വരെ ഒരാൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയില്ല. നമുക്ക് ഒരാളുമായി മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം അതുപോലത്തെ മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല, വരികയില്ല, വന്നിട്ടുമില്ല. അപ്പോ ഒരു കുട്ടി അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഓരോ വ്യക്തിയും. കുട്ടികളെ നമ്മൾ ബഹുമാനിക്കണം. കുട്ടി എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ആയിത്തീരേണ്ട ഒരു വ്യക്തിത്വമാണ്. അവരെ പോറ്റി ജന്മം കൊടുത്ത് പോറ്റി വളർത്താൻ ദൈവം നമ്മെ ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവന്റെ വ്യക്തിത്വത്തിനെ നമ്മൾ മാനിക്കണം. അവനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. നമ്മളെ വീട്ടിലും ചെയ്യരുത്, പബ്ലിക്കായിട്ടും ചെയ്യരുത്.
അവന്റെ വ്യക്തിത്വത്തിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. അതുപോലെ കുട്ടികൾക്ക് ടോയ്സ് കൊടുക്കുന്ന മാതിരി നമ്മൾ മൊബൈൽ കൊടുക്കാൻ പാടില്ല. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അതാണ്. ഒരു കാരണവശാലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ നമ്മളൊരു കളിപ്പാട്ടം കൊടുക്കുന്നത് പോലെ മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ 15 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ അഡ്വൈസ് ചെയ്യാൻ പാടില്ല, ഉപദേശിക്കാൻ പാടില്ല. ഉപദേശം എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്ത ഒരു ദേശം നാം. കുട്ടീനെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് കണ്ടാണ് പഠിക്കുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല. അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കുക, അത് കണ്ടിട്ടാണ് അവർ വളരുക. പാരന്റ്സ് നല്ല ഐഡിയൽ പാരന്റ്സ് ആണെങ്കിൽ അവരെ നല്ല ശീലങ്ങൾ കണ്ടു വളരുന്ന കുട്ടി നല്ല കുട്ടിയായിട്ട് മാറും. അതിന് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ വായ കൊണ്ട് ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല, അത് ശ്രദ്ധിക്കുക. അത് കുട്ടിയിൽ നിങ്ങളോടുള്ള വെറുപ്പുണ്ടാക്കുക ചെയ്യുക. സൈക്കോളജിസ്റ്റുകൾ ഇതിനെപ്പറ്റി പറയുന്നത് കീഴ്വായ് പോലെയാണ്. അത് വിടുന്ന ആൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവും, പക്ഷെ അതിന്റെ ചുറ്റുപാട് അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ വിഷമാണ് ഉണ്ടാക്കുക. അത് മനസ്സിലാക്കുക. അതുപോലെ കുട്ടികളുടെ ഗ്രോത്തിനെ പറ്റി നമുക്ക് നല്ല ബോധ്യം വേണം. ഓരോ കുട്ടീന്റെ വളർച്ചന്റെ ഗ്രോത്തിന്റെ ഓരോ പീരീഡിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷന്, നിർദ്ദേശങ്ങൾ, അഡ്വൈസസ് അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടിയെ വളർത്തേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചിരിക്കണം. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ അക്രമമാണ്. അതുപോലെ ഓപ്പൺ പാരന്റിങ്, കുട്ടികളുമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റണം. അത് സെക്സ് എഡ്യൂക്കേഷൻ ആയാലും അല്ലാത്ത എന്ത് കാര്യവും, കുട്ടിന്റെ എന്ത് കാര്യവും നമ്മളോട് തുറന്ന് പറയാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് കുട്ടിയും പാരന്റ്സും തമ്മിലുള്ള ബന്ധം വളരണം. അപ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കൊക്കെ ഈ മെൻസസിനെ പറ്റും പീരീഡ്സിനെ പറ്റിയൊക്കെയുള്ള നല്ല ബോധ്യം, നല്ല എഡ്യൂക്കേഷൻ നമ്മൾ പാരന്റ്സ് കൊടുത്തിരിക്കണം. അതല്ലെങ്കിൽ അത് വളരെ ദോഷകരമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ കുട്ടികൾക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അല്ലെ. ഒരു 5-8 വയസ്സ് വരെയൊക്കെ നമ്മൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ചില ആൾക്കാർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താളും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മളിപ്പോ അവർക്ക് ചെയ്യുന്ന സർവീസുകൾ നിർത്തുകയാണെങ്കിൽ പയ്യെ പതുക്കെ ഇങ്ങനെ നിർത്തി കൊണ്ടുവരിക ചെയ്യാവും. മറ്റത് അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ കുട്ടികളെ പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല. കുട്ടികളെ പണിഷ്മെന്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവരെ മനസ്സിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളത് സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ചെയ്ത് കാണിച്ചു കൊടുക്കുക. പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് കുട്ടിയിൽ വലിയ എഫക്ട്സ് ഉണ്ടാവുക. ഒരു പാരന്റ്സ് ചെറിയൊരു കുട്ടിയെ മൊട്ടടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. തലയിൽ എന്തോ ചെറിയ സ്കിൻ ഡിസീസ് ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു മൊട്ടടിക്കാൻ കൊണ്ടുപോയി. അപ്പൊ അവിടെ എത്തിയപ്പോ അവിടെ വേറൊരു കുട്ടീനെ മൊട്ടടിച്ചെടുക്കുക. ഇത് കണ്ടപ്പോ കുട്ടി വല്ലാതെ നിലവിളിച്ചു. അപ്പൊ കുട്ടി മൊട്ടടിക്കാൻ സമ്മതിച്ചില്ല. അപ്പോ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അച്ഛൻ ആ സീറ്റിൽ ഇരുന്നിട്ട് അങ്ങനെ ബാർബർ അച്ഛന്റെ തല മൊട്ടടിച്ചു. അത് കണ്ടു കഴിഞ്ഞ് പിന്നെ മകനെ അവിടെ വെച്ചപ്പോ നോ പ്രോബ്ലം. കുട്ടി സുന്ദരമായിട്ട് ഇരുന്നു കൊടുത്ത് കുട്ടിയുടെ തല മൊട്ടടിച്ചു. അതാണ് പാരന്റ്സ് എന്താണോ ചെയ്ത് കാണിക്കുന്നത് അത് ചെയ്യാൻ കുട്ടികൾ തയ്യാറായിരിക്കും. അതുപോലെ കുട്ടികളെ മേലെ നമ്മൾ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാൻ പാടില്ല. ഞാൻ പറയും പോലെ ചെയ്യണം, അവിടെ തന്നെ ഇരിക്കാൻ പാടുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇങ്ങനെ ഉണ്ടല്ലോ ചില പാരന്റ്സ് വല്ലാത്ത റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്. അത് അവരുടെ ബുദ്ധി വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളോട് ചെയ്യാൻ പാടില്ല. അതുപോലെ ഈ പാരന്റ്സിന്, പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ഒരു പരിപാടി ഉണ്ട്. അവർക്ക് ഭർത്താവുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായാൽ അതൊക്കെ തീർക്കാനുള്ള ഒരു ടൂളാണ് കുട്ടികൾ. കുട്ടിയെ എന്തെങ്കിലും ചെറിയ പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ തന്നെ അത് കുട്ടി എന്തെങ്കിലും കാര്യമായ തെറ്റ് ചെയ്താൽ ചെയ്യുക എന്നല്ലാതെ നിങ്ങളെ തൊഴിൽ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ഉണ്ടായ പ്രശ്നങ്ങളുടെ ദേഷ്യം ഈ കുട്ടിയുടെ മേല് തീർക്കാൻ പാടില്ല. അത് വളരെ മോശകരമായ ഒരു പ്രതിഭാസമാണ്, സ്വഭാവമാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് വീണ്ടും കേട്ടിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക.
ഒരു കുട്ടി പറഞ്ഞാൽ അതിന്റെ കൂടെ 3 ജന്മങ്ങൾ വന്നു എന്നാ. കുട്ടിയും പാരന്റ്സ് പുതിയ ആൾക്കാരായി മാറണം. കുട്ടി ഉണ്ടാകുന്നതിനോടുകൂടി പാരന്റ്സ് പുതിയ 2 വ്യക്തികളായിട്ട് മാറണം. നമ്മൾ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പാരന്റിങ് എന്താണെന്ന് വിശദമായി പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇന്നുള്ള സമൂഹത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി പാരന്റ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക, കുട്ടികളല്ല. അപ്പോ നല്ലൊരു പാരന്റിങ് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. ഓക്കെ.